വജ്ര രചന ഹിമ നവീൻ. അവതരണം ഷാവുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. നിർമ്മാണം PNR ക്രിയേഷൻസ്. ചെവി പൊത്തി പിടിച്ചലർന്ന വജ്രയുടെ തോളിൽ ആരുടേക്കോ സ്പർശമറിഞ്ഞിട്ടും അതെല്ലാം തട്ടിമാറ്റി അവൾ പുറത്തേക്ക് ഓടി. കണ്ണിൽ മൊത്തം ആ കാഴ്ച തുളഞ്ഞു കയറി നിൽപ്പാണ്. വെള്ള പുതച്ച തന്റെ പ്രണവിന്റെ ശരീരം. മുഖം മറച്ച തുണി മാറ്റി അവനെ നോക്കിയ നിമിഷം തലയിലേതോ കുടം കൊണ്ടടിച്ച പോലെ ശരീരം വിറച്ചു പിടഞ്ഞു. സോറി, പ്രണവിനെ രക്ഷിക്കാനായില്ല. ഇന്റേണൽ ബ്ലീഡിംഗ് കൺട്രോൾ ആവാതെ വന്നു. മാക്സിമം നോക്കി. ബട്ട് തിയേറ്റർ വാതിൽക്കൽ നിന്ന് ദയനീയമായി നോക്കി ഡോക്ടർ പറഞ്ഞ വാക്കിൽ കേട്ട് തൊണ്ട വിട്ടു മാറാനിറുമ്പോൾ പോലും അതൊരു നുണ മാത്രമാവണേ എന്ന് വൃഥാ മോഹിച്ചു പോയി. തളർന്നു വീഴാൻ തുടങ്ങിയ മുത്തശ്ശൻ, വാവിട്ട് കറിയുന്ന അവന്റെ അച്ഛനമ്മമാർ, എവിയുടെ പപ്പയും അമ്മയും അടക്കം അവനു വേണ്ടി കണ്ണീരൊഴുക്കുന്ന ചുറ്റുമുള്ളവർ. ആരെയും കാണുന്നില്ല താൻ, ആരുടെയും ശബ്ദം കേൾക്കുന്നില്ല താൻ. ഏതോ ലോകത്ത് 1000 സൂര്യന്മാർക്കിടയിൽ വെന്തുരുകി നിൽക്കുന്ന പോലെ പൊള്ളിയളർന്ന് ഞെരുങ്ങുന്ന മനസ്സിനെ കൈവിട്ട് ദൂരെറിഞ്ഞ് ചെവി പൊത്തിപ്പിടിച്ച് നിന്നുപോയതാണ്. അവനില്ലെന്നാണോ നോണ? അവനങ്ങനെ പോകാൻ പറ്റില്ല. ഇല്ല, വെറുതെ അവനിവിടെ ഉണ്ട്. പറ്റിക്ക, എല്ലാരും കൂടി എന്നെ പറ്റിക്കല്ലേ. പുറകിൽ നിന്ന് എന്തൊക്കെയോ വന്ന നിലവിളിയിൽ നിന്ന് ഉപബോധ മനസ്സിനെ വലിച്ചു പിടിച്ച് ചേർത്തി ഉറക്കി അങ്ങനെ വിളിച്ചു പറഞ്ഞ് കാറ്റുപോലെ ആ മുറിയിലേക്ക് കയറിപ്പോയതോർത്തു. അവൻ പോയടി, നമ്മളെ വിട്ടു. തലയിണയിലേക്ക് തലകുത്തി മുകളിലേക്ക് നോയിക്കരഞ്ഞുകൊണ്ട് എബി പറഞ്ഞ വാക്കുകൾ ഹൃദയം നിലച്ചു പോയെന്ന് തോന്നി. കിതപ്പോടെ മറുഭാഗത്തേക്ക് നോക്കാൻ നിൽക്കാതെ പുറത്തേക്ക് നടന്ന യാന്ത്രികമായാണ് തന്നെ നോക്കി നിറഞ്ഞ സ്നേഹത്തോടെ പുഞ്ചിരിക്കാൻ, കണിച്ചിമ്മി ചേർത്ത് പിടിക്കാൻ, കുസൃതി പറയാൻ ഇനി അവനില്ലെന്ന് സത്യം അംഗീകരിക്കാൻ തയ്യാറാവാതെ സമനില നഷ്ടപ്പെട്ട് ചെവി പൊത്തിപ്പിടിച്ച് അങ്ങനെ നിന്നുപോയ നിമിഷത്തിൽ എപ്പോഴോ മുന്നിലേക്കൊരു സ്ട്രക്ചർ വന്ന് നിന്നു. വിറക്കുന്ന കൈകളോടെ വെളുത്ത തുണി മാറ്റി കൂടെ ഉയരുന്ന നിലവിളികൾ. ഒന്നേ നോക്കിയുള്ളൂ, പുറകിലേക്ക് വേച്ച് നിന്നുപോയി. ആരൊക്കെയോ എന്തൊക്കെയോ ഒന്നും അറിയുന്നില്ല. മരവിപ്പ് മാത്രം. ആ മരവിപ്പിൽ നിന്നുണർന്ന് ഓടുകയാണിപ്പോൾ. അങ്ങേയറ്റത്തെ കാഴ്ചക്കടുത്തേക്ക് താൻ അനങ്ങാതെ കാലുകൾ പറിച്ച് ഓടുകയാണ്. ഒരേ ഒരു വട്ടം കൂടി ആ മുഖം കാണണം. നെറുകയിൽ ഒരു ഉമ്മ വയ്ക്കണം. ദയയില്ലാതെ തന്നെ പാതി വഴിയിൽ വിട്ടിട്ട് പോകുന്നതിന് എന്നേക്കുമായി പിണങ്ങുകയാണെന്ന് പറയണം. നിറഞ്ഞൊഴുകുന്ന കണ്ണീര് തുടച്ചു മാറ്റി ആൾ ഓടി വന്നത് ആംബുലൻസിന്റെ തുറന്നു വെച്ച ഡോറിനരിയിലേക്കാണ്. മഴ കനത്തു തുടങ്ങിയിട്ടുണ്ട്. എബിയുടെ പപ്പയും വജ്രയുടെ അച്ഛനും പ്രണവിന്റെ മുത്തച്ഛനെ താങ്ങി പിടിച്ചിട്ടുണ്ട്. തളർന്നു നിൽക്കുന്ന അവന്റെ അച്ഛനെ വലിയച്ഛൻ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. എബിയുടെ അമ്മയുടെ നെഞ്ചിൽ ചലനമറ്റ് ചേർന്ന് നിൽക്കുന്നുണ്ട് പ്രണവിന്റെ അമ്മ. നെഞ്ചിൽ നിന്നും ചോര കിനിയുന്നുണ്ടെന്ന് തോന്നി അവൾക്ക്. ബഷി, നീ എവിടെയാ? ആ യാത്ര പോവാ, ഇനിയൊരു മടക്കമില്ലാത്ത യാത്ര. അവനെ യാത്രയൊക്കെ നിൽക്കാതെ ഒറ്റയ്ക്ക് എന്നെ ഇവിടെ വിട്ടിട്ട് നീ എങ്ങോട്ട് പോയി ബഷി? കാണുന്നില്ലേ? നോക്ക്, ഈ പവന്റെ മുഖത്ത് ആ ഭംഗിയുള്ള ചിരിയില്ല. കണ്ണുകൾ നമ്മെ തിരിയുന്നില്ല. ശ്വാസം അവരില്ലപ്പോ പക്ഷി. നമ്മുടെ അവരില്ല പക്ഷി. ഒന്ന് നിർത്തി തേങ്ങിക്കൊണ്ട് ശ്വാസം നീട്ടിയെടുത്ത് അലറിയവൾ പ്രണവിന്റെ മുഖത്തേക്ക് ആഞ്ഞ് ആ കവിളത്ത് കൈ ചേർക്കാൻ തുടങ്ങും മുമ്പേ തോളിലൊരു പിടി വീണു. തിരിഞ്ഞു നോക്കും മുമ്പേ പിന്നിലേക്ക് ഉലഞ്ഞു പോയി നിന്നു. മഴ നിറഞ്ഞ കണ്ണുകൾ പോലും മങ്ങി തുടങ്ങിയിരുന്നു. തനിക്ക് മുമ്പിലായി പ്രണവിന്റെ ശരീരത്തിൽ മുമ്പിൽ നിൽക്കുന്ന പക്ഷിയെ കിതപ്പോടെ അവളെ നോക്കി. മഴ പെയ്യുന്ന നനയുന്ന പ്രണവിന്റെ മുഖമായി നോക്കി കറങ്ങിച്ചു വന്ന കണ്ണുകളോടെ വിറച്ചു നിൽക്കുകയാണ് ബഷീർ. കണ്ണ് നിറഞ്ഞൊഴുകി മഴവെള്ളവുമായി കലർന്നിരുന്നു. മാറിക്ക്, ബോഡി അകത്തേറ്റട്ടെ എന്നാരോ ഈർഷ്യയോടെ പറഞ്ഞു തരും മുമ്പേ ഈരെഴുതിക്കും പൊട്ടുമാറലറിക്കരഞ്ഞുകൊണ്ട് ബഷീർ പ്രണവിന്റെ കഴുത്ത് ഭാഗത്തോട് പിടിച്ചുയർത്തി നെഞ്ചോട് ചേർത്തു. ഞാൻ എവിടെയായിരുന്നു എനിക്ക് ഓർമ്മ കിട്ടുന്നില്ലടാ. നീ എന്നെ തെരഞ്ഞിരിക്കില്ലേ? എന്നെ ചങ്ക് പൊട്ടുകടാ. ഒന്ന് എഴുന്നേക്കട, എന്നൊന്ന് നോക്കടാ പ്രണവേ. ഞാനിപ്പോ വീട് പോകടാ. ഞാൻ എങ്ങനെയാടാ? പറഞ്ഞു കരകിയല്ലായിരുന്നു അവൻ. അലർച്ചയാണ്. തൊണ്ട പൊട്ടും പോലെ. ജീവൻ പറഞ്ഞു പോകുമെങ്കിൽ പോട്ടെ എന്ന പോലെ സമനില നഷ്ടപ്പെട്ട് വിഭ്രാന്തിയിൽ പിടയുകയായിരുന്നു. വജ്രയുടെ കരച്ചിൽ ചീളുകൾ അതുപോലെ തന്നെ ഉയർന്നു കേട്ടപ്പോൾ പ്രണവിനെ ഒരു കൈ കൊണ്ട് തന്നെ പിടിച്ചു വെച്ച് മറുകൈ നീട്ടി അവളെ കൂടി ചേർത്തണച്ച് ഒന്നുകൂടി ശബ്ദത്തിൽ നിലവിളിച്ചു പോയി ബഷീർ.
ഈ ജന്മം ഞാൻ അവൾ അവന് കൊടുക്കുവാടാ. പക്ഷെ അടുത്ത ജന്മം എനിക്ക് തിരിച്ചു തന്നിരിക്കണം അവൻ. എബിക്ക് വേണ്ടിയല്ല, പ്രണവിന് വേണ്ടിയായിരിക്കും അന്ന് അവൾ പുനർജനിക്കുന്നത്. അപ്പോൾ മറ്റൊരാൾക്ക് വേണ്ടി നീ എന്നോട് സംസാരിക്കാൻ വരില്ലേ ബഷി? അന്ന് എൻ്റെ കൂടെ എനിക്ക് വേണ്ടി നിൽക്കണേടാ, തന്നേക്കണേടാ എനിക്ക് അവിടെ. എബിക്കുള്ളതാണ് വജ്ര എന്ന് മനസ്സിലാവാൻ തീരുമാനിച്ച നിമിഷം തന്നോട് പറഞ്ഞ വാക്കുകളാണ്. നിലയില്ലാ കയത്തിലേക്ക് മനസ്സ് വീണുപോയതുപോലെ പ്രണവിന്റെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് ബഷീർ ആർത്താർത്ത് കരഞ്ഞു. വജ്രയിൽ നിന്ന് പിടിയാഴ്ച പ്രണവിന്റെ മുഖം കയ്യിലെടുത്ത് ഉമ്മകൾ കൊണ്ട് മൂടുമ്പോൾ പൂർണ്ണമായും ബഷീറിന്റെ മനസ്സ് കൈവിട്ടുപോയിരുന്നു. ശക്തമായ മഴ മുഖത്തേക്ക് പതിച്ച സെക്കൻഡിൽ ഉപബോധ മനസ്സ് തിരിച്ചു പിടിച്ചവൻ അലറി. ചങ്കുപൊട്ടി വിളിച്ചുകൊണ്ട് കണ്ണു തുറക്കുമ്പോൾ കാണുന്നത് കറങ്ങി ചുവന്ന നീണ്ട 2 മിഴികളാണ്. തലയിലാകെ ഒരു പ്രകമ്പനം. പകപ്പോടെ കിതച്ചുകൊണ്ട് പരിസരം വീക്ഷിച്ചൊടുവിൽ മുന്നിൽ നിൽക്കുന്ന രൂപത്തിൽ കണ്ണുകൾ പതിച്ചു. ഒരു കൈയിൽ വെള്ളത്തിന്റെ ജഗ് പിടിച്ച് കിതച്ചുകൊണ്ട് തന്നെ നോക്കി നിൽക്കുന്ന ഒരു പെൺകുട്ടി. 1-2 സെക്കൻഡിൽ തന്നെ അതൊരു റൂമാണെന്ന് അവന് ബോധ്യപ്പെട്ടു. ഞെട്ടിലോടെ കൈകളിലേക്കും മുന്നിൽ നിൽക്കുന്ന പെൺകുട്ടികളിലേക്ക് ആ റൂം മുഴുവനായി മാറി മാറി നോക്കി ബഷീർ. താനിരിക്കുന്ന ബെഡും തന്റെ ശരീരമൊക്കെ നനഞ്ഞുലഞ്ഞിട്ടുണ്ട്. മഴയായിരുന്നില്ലേ? അപ്പൊ പ്രണവ് എവിടെ? അവന്റെ നെഞ്ചിലൂടെ ഒരു കൊള്ളിയാൻ മിന്നി. പ്രണവ് എവിടെ? ഞാനിത് എവിടെയാ? എന്റെ പ്രണവിന് എന്താ പറ്റിയേ? ഭ്രാന്ത് പോലെ പുലമ്പിക്കൊണ്ട് കയ്യിൽ കണക്ട് ചെയ്ത ക്യാനുല പൊട്ടിച്ചെടുക്കാൻ ശ്രമിക്കുമ്പോൾ ആ പെൺകുട്ടി ഭയത്തോടെ വിയർത്തുപോയി. പുറത്തേക്ക് ഓടിയിറങ്ങാൻ തുടങ്ങും മുമ്പേ അകത്തേക്ക് കയറി വന്ന ആളെ കണ്ട അവൾ ആശ്വാസത്തോടെ നെഞ്ചിൽ കൈവച്ചു. എന്താ മോളെ? എന്തു ചോദിച്ചു തീരും മുമ്പേ പുറകിൽ ക്യാനുല അഴിച്ചെടുക്കാനുള്ള പരാക്രമം കാണിക്കുന്ന ബഷീറിലേക്ക് ആദിത്യന്റെ കണ്ണുകൾ പോയി. ആ പോടന്നോ? ബഷീർ എന്താ ഈ കാണിക്കുന്നത്? എടാ നീ എന്താ ഈ ചെയ്യുന്നത്? എടാ വിറ, കൈയെടുക്കടാ ചെക്കായിന്ന്. ഇവനിത് ബഷീറിന് തടയാൻ 4 കൈയും പോരെന്ന് തോന്നി ആദിത്യന്. പുറകിൽ നിൽക്കുന്നവൾ പരിഭ്രമത്തിന്റെ പരകോടിയിൽ എത്തിയിട്ടുണ്ട്. തന്റെ മുഖത്തിപ്പോഴും അവന്റെ ചുണ്ടുകൾ ഭ്രാന്തമായി പതിഞ്ഞതിന്റെ ചൂടിപ്പോഴും വിട്ടുമാറിയിട്ടില്ല. നെഞ്ചിലയിലെ താളത്തിന്റെ രാഗം ഭയമായിരുന്നില്ല, വേറെ എന്തോ, പറഞ്ഞറിയിക്കാനാവാത്ത എന്തോ. അപ്പോഴേക്കും ക്യാനുല പൊട്ടിച്ചെറിഞ്ഞിരുന്നു ബഷീർ. മാനസിക നില തകരാറായവനെ പോലെ പുറത്തേക്ക് പായാൻ നിന്നവനെ സകല ശക്തിയുമെടുത്ത് ലോക്കിട്ട് പിടിച്ചു ആദിത്യൻ. അവരവസാനായിട്ടൊന്ന് കാണാൻ പോലെ ഇരിക്കും. ഇടർച്ചയോടെ കരച്ചിലുകൾ കൂടി പുറത്തേക്ക് വന്നു. ഞാൻ ഇത്ര നേരം എവിടെയായിരുന്നു? ആരെന്നെ മാറ്റി നിർത്തിയത്? എന്റെ പ്രണവ് എന്നെ കാണാതെ പോയില്ലേ? ആദിത്യന് ഏകദേശം കാര്യം പിടികിട്ടി കഴിഞ്ഞിരുന്നു. അതിശക്തമായി കുതിർന്ന ബഷീറിന്റെ കോളറോടെ പിടിച്ചുകൊണ്ട് ചുമരോട് അമർത്തി നിർത്തി. മണിക്കൂർ മുന്നേ കാഷ്വാലിറ്റിക്ക് മുമ്പിൽ കളഞ്ഞുപോയ നിന്റെ ബോധം തിരിച്ചെത്തിയെന്ന് ആദ്യം മനസ്സിലാക്കി നീ. രണ്ടാമത് നിന്റെ പ്രണവിനൊന്നും സംഭവിച്ചില്ലെന്ന സത്യം നിന്റെ പേട്ട തലച്ചോറിലേക്കൊന്ന് കുത്തിക്കയറ്റ്. എന്നിട്ട് സമാധാനത്തോടെ ഐസിയുനോട് ചേർന്ന് ഒബ്സർവേഷൻ റൂമിലേക്ക് ചെന്ന് നോക്ക്. നിന്റെ കൂട്ടുകാരിയുടെ കയ്യിൽ കൈകോർത്ത് പിടിച്ച് ആഞ്ഞു കിടപ്പുണ്ട് അവന്റെ ഭാഷയെക്കാത്തവൻ. കേട്ട വാക്കുകളിൽ ഞെട്ടി സ്വിച്ചിട്ട പോലെ കുതിരൽ നിർത്തി നിറകണ്ണുകളോട് അവൻ മുഖമുയർത്തി നോക്കി. ആദിത്യന്റെ കണ്ണുകളിലെ തിളക്കവും ചുണ്ണിലെ സൗമ്യമായ ചിരിയും കണ്ട് താൻ ഇത്ര നേരം സ്വപ്നം കാണുകയായിരുന്ന സത്യം അവന്റെ നെഞ്ചിൽ ഹൈമ പർവ്വതക്കാറ്റ് വീശിയടിച്ചു. മുഖം പൊത്തി ആർത്ത് കരഞ്ഞുകൊണ്ട് ആദിത്യന്റെ നെഞ്ചിലേക്ക് വീണു. എബിയെയും പ്രണവിനെയും കൊണ്ട് ഓടിങ്ങെത്തിയപ്പോ കാഷ്വാലിറ്റിയിലേക്ക് സ്റ്റാഫുകളെത്താൻ 2 മിനിറ്റ് വൈകിയെന്നും പറഞ്ഞ് അവിടെ അടിച്ചേർത്തിട്ട് അവിടെ തന്നെ ബോധം കെട്ടി കിടന്നുപോയി പൊന്നുപോൻ. ഹൈ പ്രഷർ കാരണം നോസ് ബ്ലീഡിങ്ങും. ഇടയ്ക്കുള്ളൊന്ന് ബഹളം വെച്ചപ്പോ ഉറങ്ങാൻ ഇഞ്ചെക്ട് ചെയ്ത് വെക്കേണ്ടി വന്നുകൊണ്ട് കഴിഞ്ഞ 2-3 മണിക്കൂറായിട്ട് ചേട്ടന്റെ ഇവിടെ അങ്ങ് സുഖനിദ്രയിലായിരുന്നു. ഇപ്പൊ ക്ലിയറായ മോനെ ബഷീറായി. ചിരിയോടെ പറയുമ്പോഴും ബഷീറിന്റെ പുറത്ത് അരവിടുന്നുണ്ടായിരുന്നു ആദിത്യൻ. അവന്റെ കരച്ചിൽ ചീളുകൾ ഉച്ചത്തിലായി. മനസ്സ് ശാന്തമാവും മുന്നേയുള്ള കലാശക്കൊട്ടെന്ന പോലെ മുമ്പിൽ നിൽക്കുന്ന പെണ്ണിന്റെ ഇടനെഞ്ചിലായത് കൂരമ്പ് പോൽ തുളഞ്ഞു കയറിയെന്നും തന്റെ കണ്ണീർ അവിടെ കണ്ണിൽ നീര് പൊടിക്കുന്നുണ്ടെന്നും അറിഞ്ഞില്ല അവൻ ആ നേരത്ത്. തേങ്ങലടങ്ങി ശ്വാസോച്ഛ്വാസം ക്രമത്തിലായി. ദീർഘനിശ്വാസത്തോടെ ആദിത്യന്റെ തോളിൽ നിന്ന് അവൻ മുഖമുയർത്തി അയാളുടെ മുഖത്തേക്ക് നോക്കി. നിന്റെ ഉപ്പയും ഉമ്മയും പാത്തും ഏതോ ബന്ധുവീട്ടിൽ പോയിരിക്കുകയാണെന്ന് അവരെ ഫോൺ ചെയ്ത് പറഞ്ഞു. സത്യത്തിൽ നിന്റെ അപ്പോഴത്തെ അവസ്ഥ കണ്ട് ഞങ്ങൾ അല്പം ഭയന്നു. അത്രയ്ക്ക് നോസ് ബ്ലീഡിംഗ് ഉണ്ടായിരുന്നു അത്രേ. കാര്യം ചെറുങ്ങനെ ഒന്ന് അവതരിപ്പിക്കേണ്ടി വന്നു. ഒത്തിരി ടെൻഷനും ദേഷ്യവും വരുമ്പോൾ എനിക്കിങ്ങനെ ഒരു കണ്ടീഷൻ ഓൾറെഡി ഉള്ളതാണെന്ന് അവരറിഞ്ഞപ്പോഴൊരിത്തിരി സമാധാനമായി. അവരെത്തും കുറച്ച് സമയത്തിനുള്ളിൽ. പിന്നെ നിന്റെ കൂട്ടുകാരിയും മോശമൊന്നുമല്ല കേട്ടോ. 1 മണിക്കൂർ മുന്നേ വരെ പുള്ളിക്കാരെ ഞങ്ങൾ ഒത്തിരി അങ്ങ് പേടിപ്പിച്ചു. പ്രണവിന് ഇടയ്ക്കൊന്നും വയ്യാണ്ടായി. ബട്ട് ഡോക്ടേഴ്സ് പിടിച്ചു തന്നു ആ ജീവൻ. അതുവരെ ആ മോളുടെ കണ്ണീര് തോർന്നിട്ടില്ലായിരുന്നു. എബിയുടെ അവസ്ഥയെ അതന്നെ. ആകെ കൂടി തളർന്നുപോയി എല്ലാവരും. പക്ഷേ ദൈവത്തിന് പഴക്കില്ലല്ലോ, തിരികെ കിട്ടിയവനെ. ഇനിയൊന്നും പേടിക്കാനുള്ള ഡോക്ടേഴ്സ് ഉറപ്പ് വന്നിട്ടുണ്ട്. ബഷീർ സമാധാനത്തോടെ നിറഞ്ഞ കണ്ണുകളോടെ മൃദുവായി ചിരിച്ചുകൊണ്ട് ആദിത്യന്റെ കൈ കൂട്ടിപ്പിടിച്ചാൽ ചുണ്ടമർത്തി. ഇടയ്ക്ക് നിന്റെ അടുത്ത് വന്നിരുന്നു വജ്ര. കുറച്ചു മുമ്പെയാണ് അവളുടെ റൂമിലേക്ക് അവൾ പോയി.
ബാത്തച്ചും വിളിച്ച് എനിക്ക് അങ്ങോട്ട് ചെല്ലേണ്ടി വന്നപ്പോൾ ഇവളോട് ഞാനൊന്ന് ഇവിടെ നിൽക്കണമെന്ന് പറഞ്ഞ്. ആ നീ കണ്ടിട്ടുണ്ടാവുള്ളേ അവളെ, എൻ്റെ മോൾ സ്വാതി. ചിത്തേ ചേബിയൊക്കെ കാണാൻ വാശി പിടിച്ചു വന്നാ. ഞാൻ പറഞ്ഞു പൂർത്തിയാക്കും മുന്നെയാണ് പ്രണവാകെ നനഞ്ഞിരിക്കുന്നതെന്ന് ആദിയുടെ കണ്ണിൽപ്പെടുന്ന തന്നെ. അല്ല ഇതെന്താ നനഞ്ഞിരിക്കുന്നത്? സംശയത്തോടെ പ്രണവിനെയും അവിടെ നിന്ന് നേരെ സ്വാതിയിലേക്ക് അയാളുടെ കണ്ണുകൾ നീണ്ടു. സത്യത്തിൽ ഒരു ദീർഘമറവിൽ നിന്ന് ബഷീർ പൂർണ്ണമായി ഞെട്ടിയുണ്ടെന്ന് അപ്പോഴാണെന്ന് പറയാം. കാരണം കണ്ണുറന്നപ്പോൾ കണ്ടത് വെള്ളത്തിന്റെ ചെക്ക് പിടിച്ച് വിറച്ചിൽക്കുന്ന പെണ്ണിനെയാണ്. ചിന്തകളിലൂടെ മിന്നിലൊന്ന് വീണ്ടും തുളഞ്ഞു കയറി. എന്തു നടന്നുവെന്നതാണ് വ്യക്തമായി ഉള്ളിൽ ഇറങ്ങിച്ചെന്നു. സ്വപ്നമെന്നറിയാതെ പ്രണവിനെ ചേർത്ത് പിടിച്ചു കൊടുത്ത് ഉമ്മകൾ അത്രയും ഏറ്റുവാങ്ങിയത് അങ്കിളിന്റെയും മോളാണെന്നും തന്റെ കൈപ്പിടിയിൽ നിന്ന് കുതിരിമാറാൻ അരികിലുള്ള ജഗിലെ വെള്ളമെടുത്ത് ശക്തിയായി ഒഴിച്ചതാണെന്ന് എങ്ങനെ പറയും? അല്ലോ അറിയാതെ നാവ് പരിഭ്രമം പുറന്തള്ളി. പകപ്പോടെ സ്വാതിയിലേക്ക് അവന്റെ കണ്ണുകളെത്തി നിന്നു. ആ മിഴികളിൽ പിടച്ചിലാണ്. എന്തു പറയുമെന്ന ടെൻഷനാണ് അവിടെയും. അതച്ചാ പ്രണവേട്ടനാണെന്ന് കരുതി. ബഷീറിന്റെ തൊണ്ട വരണ്ടു. നെഞ്ച് ഡ്രം അടിക്കുന്ന പോലെ തുള്ളിപ്പോയി. മുന്നിൽ നിൽക്കുന്ന മാളിയേക്കൽ ആദിത്യനാണ്. ചേർന്ന് നിൽക്കുന്ന ഒരേ ഒരു മകൾ സ്വാതിയും. ഹോസ്പിറ്റലായി നന്നായി. അത്യാഹിത വിഭാഗം ഫുൾ ടൈം സർവീസാണല്ലോ. ആദിത്യൻ നെറ്റി വിളിച്ച് അവളെ നോക്കുന്നുണ്ട്. പിടിച്ചു വലിച്ചപ്പോൾ ഏട്ടനെ ഉണർത്താൻ വേണ്ടി വെള്ളമൊഴിക്കേണ്ടി വന്നു. ഒരു ബോധമില്ലായിരുന്നല്ലോ. അവസാന വാചകം ബഷീർ നോക്കി കണ്ണുറപ്പിച്ചാണ് അവൾ പറഞ്ഞത്. അങ്കിളെ എന്നാ ഞാൻ അവരുടെ അടുത്തേക്ക് പോകട്ടെ, ഇനിയും വയ്യ കാണാണ്ട്. ആദിത്യൻ ചെറുചിരിയോടെ അവന്റെ കവിളത്തും തട്ടി പോയി വരാൻ പറഞ്ഞ് തലയാട്ടി. പുറത്തേക്ക് കടന്നവൻ ബഷീറിന്റെ കൈ അവന്റെ ചുണ്ടിലേക്ക് അറിയാതെ അടുത്തു. കാൽപാദം മുതൽ ശിരസിലേക്ക് വരെ ഒരു തണുപ്പ് കയറി. ചുണ്ടിലറിയാതെ വിരിഞ്ഞ ചിരി അന്നേരം ആ പെണ്ണിന്റെ ചുണ്ടിൽ ഒളിച്ച് തെന്നിയിരുന്നു. കാറ്റുപോലെ പാഞ്ഞകത്തേക്ക് കയറി പ്രണവിന്റെ കയ്യിലേക്ക് മുഖം അമർത്തി വാവിട്ട് കരയുന്നവനെ കണ്ടത്. അപ്പുറത്തെ ബെഡിൽ കിടന്നിരുന്ന എബിയും ഇരുവർക്ക് നടുവിലായി നിന്നിരുന്ന വജ്രയും മുഖത്തോട് മുഖം നോക്കി നനവാർന്ന കണ്ണുകളോടെ ചിരിച്ചു. അവസാനം ബോധം പോകും മുന്നേ മിന്നായം പോലെ കണ്ടതാണ് ആ കാഴ്ച. ഡ്യൂട്ടി ഡോക്ടർ നേഴ്സും ഒക്കെ പാഞ്ഞു വരുന്നുണ്ടായിരുന്നു ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പോൾ തന്നെ. പക്ഷേ തങ്ങളുടെ രക്തം വാർന്നൊഴുകുന്ന കാഴ്ച ബഷീറിന്റെ സമനില തെറ്റിച്ചിരുന്ന അപ്പോഴേക്കും ഡോക്ടർ എന്തോ ചോദിക്കുന്നുണ്ട് സമയമില്ലെന്ന് പറഞ്ഞ് അലറി അവിടെ ഉണ്ടായിരുന്ന ഗ്ലൂക്കോസ് സ്റ്റാൻഡ് എടുത്ത് ഗ്ലാസ്സിൽ അടിച്ചു ചേർക്കുന്ന അവ്യക്തമായി കണ്ടതാണ്. അതിനുശേഷം കുറച്ചു നേരം മുമ്പാണ് ബഷീറിന് എന്ത് സംഭവിച്ചെന്ന് വജ്ര പറയുന്നത്. നിറഞ്ഞ സ്നേഹവും വാത്സല്യവും ഒക്കെ തോന്നിപ്പോയി. ഞാൻ പേടിച്ചു പോയി പ്രണവ്. നീ ഞങ്ങളെ വിട്ട് അതൊരു നശിച്ച സ്വപ്നമായിരുന്നു. ഞാൻ അറിഞ്ഞില്ലടാ. കുറച്ച് മണിക്കൂറുകൾ തളർന്നു കിടന്നുപോയി. ഇനി ഇങ്ങനെയൊന്നും വേണ്ടടാ. ഞാനില്ലാതെ നീ എങ്ങും പോണ്ട. തേയും കരയുന്ന ബഷീറിന്റെ നിറകയിൽ വജ്രയുടെയും പ്രണവിനെയും കൈപ്പത്തി പതിഞ്ഞു. എനിക്കങ്ങനെ നിന്നെ വിട്ട് ഇളവിട്ട് പോകാൻ പറ്റുമോടാ? ക്ഷീണത്തോടെയുള്ള പ്രണവിന്റെ ശബ്ദം കേട്ട് കരഞ്ഞുകൊണ്ട് നിറകയിൽ ഉമ്മവിച്ചു ബഷീർ. വീതുമ്പുന്ന വജ്രയെ തന്നിലേക്ക് ചേർത്ത് പിടിച്ച് കണ്ണിറയെ പ്രണവിനെ നോക്കിയിരുന്നു. അതെ വേഗം ഇറങ്ങിക്ക്. ഡോക്ടറെ കൈയും കാലം പിടിച്ച് 5 മിനിറ്റ് എന്ന് പറഞ്ഞ് കയറിയതല്ലേ? മതി രണ്ടുപേരും ഇറങ്ങിക്ക്. ഇനി സംസാരമൊക്കെ വൈകുന്നേരം റൂമിലേക്ക് മാറ്റിയ ശേഷം മതി. നേഴ്സിന്റെ ശാസന കേട്ടപ്പോഴാണ് ഞെട്ടലോടെ എബിയെ പറ്റി ഓർത്ത്. വെട്ടിത്തിരിഞ്ഞാവും കിടക്കുന്ന ബെഡിനരികിലേക്ക് ഓടിച്ചെന്ന് മുട്ടുകുത്തി താഴെയിരുന്നു. ഓ ഇപ്പോഴാണ് ഓർമ്മ വന്നല്ലേ? അല്ലെങ്കിലും ഞാൻ പുറമ്പോക്ക്. നിന്റെ ഉള്ളിൽ ഈ ചങ്കും കരളൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് ഒരു വേസ്റ്റ് സീറ്റല്ലേ എനിക്കുള്ളൂ. അല്ലെങ്കിലൊക്കെ ഒരു പറച്ചില് മാത്രം. ക്ഷീണിച്ച സ്വരത്തോടെ കണ്ണിൽ കുസൃതി ഒളിപ്പിച്ചുകൊണ്ട് എബി പറഞ്ഞു തീരും മുമ്പേ ബഷീർ പല്ലിയരിച്ചമർത്തി ഓർന്നു കിടക്കുന്ന അവന്റെ കയ്യിലൊന്ന് അമർത്തിപ്പിച്ച്. പോതെ മറ്റേതുള്ളൂ എനിക്കൊരു സർജറി കഴിഞ്ഞെടുക്കുക പിശാശ്. അജ്രയും പ്രണവും ചിരിക്കുന്നുണ്ട്. ബഷീർ കൂർപ്പിച്ച് നോക്കുന്നുണ്ട് എബിയെ. അവന്റെ മുഖത്ത് കുസൃതിയാണ്. ഒരുമാതിരി അളിഞ്ഞ ഡയലോഗ് അടിക്കരുത്. എബിൻ മാത്യൂസിനെ ആദ്യം അംഗീകരിച്ചാ കിടക്കുന്ന മത്തങ്കാമോറല്ല ഈ ഞാനാ. അന്നു മുതൽ നിന്നെ എന്റെ ചങ്കി തന്നെയാടാ കൊണ്ടുനടക്കുന്നത്. അവന്റെ ഉമ്മമാന്റെ വർത്താനം കിടന്ന കിടപ്പിൽ കരണം നോക്കിയാണെന്ന് പൊട്ടിക്കും. ആ നശിച്ച സ്വപ്നം കണ്ട് ബോധമില്ലാതെ ഓടി വന്നാ ഞാൻ. ഇപ്പോഴും എന്റെ വേറെയിലും മാറിയിട്ടില്ല. ഈ കയ്യിൽ പ്രണവ് കണ്ണുറക്കാതെ ശ്വാസമില്ലാതെ പറഞ്ഞു തീർക്കാതെ ആ ഓർമ്മയിൽ തലയൊന്ന് കുടഞ്ഞവൻ നിറഞ്ഞ സ്നേഹത്തോടെ തന്നെ നോക്കിക്കിടക്കുന്ന എബിയുടെ ഊർന്നിടക്കുന്ന കൈപ്പത്തിയെടുത്ത് മുഖം അതിലേക്ക് പൂഴ്ത്തി വെച്ചു. ഞങ്ങളുടെ 3 പേരുടെ നെഞ്ചിലും മിന്നിത്തിളങ്ങുന്നത് നീയല്ലേടാ. നമ്മളിപ്പോ 4 അല്ലേ? ഒരു മനസ്സല്ലേ? നിറഞ്ഞ സ്നേഹമല്ലേ? ഇടർച്ചയോടെയുള്ള ബഷീറിന്റെ വാക്കുകൾ കേട്ട് മൂവരുടെയും കണ്ണുകൾ ഈറനായി. ഇറങ്ങണോ? ആ സെക്യൂരിറ്റി വിളിക്കണം ഞാൻ. നേഴ്സിന്റെ ശബ്ദം അവസാന വാണി പോലെ ഉയർന്നു കേട്ടു. ബഷീറും വജ്രയും നേരത്തെ ചിരിയോടെ പരസ്പരം നോക്കി. ഈറനായ കണ്ണുകൾ തുടച്ച് എബിയെയും പ്രണവിനെയും നോക്കി. വജ്രയുടെ കണ്ണുകൾക്ക് മേൽ ചുണ്ടമർത്തും പോലെ ചേഷ്ട കാണിച്ച് മൃദുവായൊന്ന് ചിരിച്ചു എബി. മറ്റൊന്നും ചിന്തിക്കാതെ അവൾ ഒരിക്കൽ കൂടി ആ നെറുകയിൽ ഉമ്മവച്ചു. കാത്തിരിക്കും ഞാൻ. എനിക്കെന്റെ വഴക്കാളിയായ കുശുമ്പനായ ചെക്കനെ തിരികെ കിട്ടണം. എവിടുന്ന് വേഗം എഴുന്നേറ്റ് വന്നേക്കണം.
ഈ നെഞ്ചു ചേർന്ന് നിന്ന് ഒത്തിരി സംസാരിക്കണം. നിന്റെ ഉള്ളിലുള്ള ഒക്കെ കേൾക്കണം. ഒരിക്കലും കൊതിരാതെ കണ്ടുകൊണ്ടിരിക്കണം. പ്രണവോ ബഷിയോ കേൾക്കാതെ പതിയെ ആ ചെവിയിൽ പറഞ്ഞുകൊണ്ട് പിന്മാറി അവളെ ക്യാനുല കണക്ട് ചെയ്ത കൈകൊണ്ട് തന്നെ അവൻ പിടിച്ചു വെച്ചു. ചുമ്മാ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. കൂലി വേണം. അന്ന് തന്ന പോലെ ആ ഇരട്ടി മധുരം. ശ്വാസമെടുക്കാൻ പോലും സമ്മതിക്കാതെ ഇനി ഞാനത് വായിച്ചിരിക്കും. ആ മറുപടിയിൽ കണ്ണൊന്ന് പിടച്ചു. മെയ്യ് ഉയർത്തു. ചുണ്ടിൽ ഊറിയ പുഞ്ചിരി ശ്വാസം മുറുകും പോലെ അമർത്തി വെച്ച് പിന്തിരിഞ്ഞു നോക്കാതെ അവൾ റൂമിന് വെളിയിലേക്ക് ഇറങ്ങി. പ്രണവിന്റെ നെറ്റിയിൽ ഒരിക്കൽ കൂടി മുത്തി ബഷീർ എബിക്കരികിലേക്ക് തന്നെ വന്ന് കുനിഞ്ഞെന്ന് ആ കാതിനരികിലേക്ക് മുഖം താഴ്ത്തി. പെട്ടെന്ന് എഴുന്നേറ്റ് പാടാളിയ. പൊന്നടയെന്ന് മിക്കവാറും ഞാനൊരു ലോങ് ടൈം പറയാനുള്ള സാധ്യത ഏതോ ദൂരത്ത് തെളിഞ്ഞു കാണുന്നുണ്ടോ എന്നൊരു സംശയം. അതുകൊണ്ട് ഒരു മുൻകൂർ ജാമ്യം ഞാനങ്ങ് പറഞ്ഞു വെക്കുക. ആവശ്യം വന്നാലോ? അതായത് മതമൈത്രി കുടുംബമായിരിക്കണം നമ്മൾ വീരയോദ്ധാക്കളുടെ ലക്ഷ്യം. ഓർത്ത് വെച്ചേക്കണേ. പറഞ്ഞു എന്തെന്ന് ഒരക്ഷരം പോലും മനസ്സിലാവാതെ ചോദ്യഭാഗത്തിൽ നോക്കുന്ന എബിയെ കണ്ട് ചുണ്ടുകൂട്ടി പിടിച്ച് ചിരിയൊതുക്കി ബഷീർ പുറത്തേക്ക് നടന്നു. ചുണ്ടിൻ കോണിൽ എന്തോ തണുപ്പും നേർത്ത പൂവിന്റെ ഗന്ധവും തങ്ങി നിൽക്കുന്നുണ്ട്. ശ്വാസം ഒന്ന് നീട്ടിയെടുത്ത് പുറത്തേക്ക് നിൽക്കുമ്പോൾ വജ്രയ്ക്കും തനിക്ക് മുമ്പിലായി സമാധാന ചിരിയോടെ തങ്ങളുടെ നാലുപേരുടെയും പ്രിയപ്പെട്ടവർ നിരന്നു നിൽക്കുന്നുണ്ട്. പ്രണവിന്റെ മുത്തശ്ശൻ മുമ്പിലേക്ക് വന്ന് വജ്രയുടെയും ബഷീറിന്റെയും കൈകൾ കൂട്ടിപ്പിടിച്ച് നിറഞ്ഞ മനസ്സോടെ ഒന്ന് ചിരിച്ചു. 6-ാം വിരലിന്റെ ആരണ്യകാന്ഡം ഇവിടെ തീർന്നിരിക്കണു. ഇനി അവനൊരു ജാതകത്തിന്റെയും ബന്ധനത്തിൽ ഉരുകില്ല. ഇതെന്റെ പ്രണവിന്റെ പുനർജന്മ. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.